ജാസ്മിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ജാസ്മിന്റെ വീട് ഇപ്പോഴും സ്ട്രിക്റ്റ് ആണ്. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം അവള് എത്രയും എന്റെ ഫ്രണ്ട് അവളെ വീട്ടിൽ അങ്ങനെ ഒറ്റക്കൊന്നും പുറത്തേക്ക് വിടത്തില്ല. അവൾ ആകെ ലൈഫിൽ പുറത്തേക്കൊന്നും വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ. ഞാൻ ഫാമിലി അല്ലാണ്ട് ഒറ്റയ്ക്ക് എവിടെയും പോകാത്ത ഒരാളാണ്. ഞാൻ റൂമിൽ മാത്രം ഇരിക്കുന്ന ഒരാളാണ്. എനിക്ക് പുറത്ത് ഫ്രണ്ട്ഷിപ്പ് എന്താണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോയാലുള്ള സന്തോഷം എനിക്ക് ഒന്നും അറിയില്ല. ഒരു കമന്റ് ഞാൻ പറയാം. അപ്പൊ നമ്മളെ കൂടെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് വന്നിരിക്കുന്നത്, ട്രിപ്പിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ വരും, ഓ ജാസ്മിനെ എവിടെയും വിടാത്ത ആൾ ഇപ്പൊ കണ്ടില്ലേ, അവൾ പറഞ്ഞത് അവളെ ഫുൾ ഉഡായിപ്പ. പക്ഷെ എനിക്കറിയാം അവളുടെ വീട്ടിൽ നിന്ന് എത്ര കോള് വരുന്നുണ്ട്. അവളുടെ ഉമ്മാടി ഉപ്പ അവൾ എത്രത്തോളം അതിന്ന് അവൾ അത്രയും നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് അറിയാം അവൾ എത്രത്തോളം ഈ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ വന്നതിൽ ഇതുണ്ട്. അവൾക്ക് നല്ല വിഷമം. പക്ഷെ പുറത്തുനിന്നുള്ളവർ കാണുന്നത് ഫുള്ള് ഉഡായിപ്പ. കാരണം നമ്മൾ അറിയാണ്ട് നമ്മൾ ജഡ്ജ് ചെയ്ത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ ആൾക്കാർ ഇവിടെ എന്തോരം പോയതാ. ഇപ്പൊ അവൾക്ക് ഉപ്പൊന്നും വേണ്ട. അല്ലെങ്കിൽ എന്താണ് ഇന്റർവ്യൂ നമ്മൾ മുമ്പ് കൊടുത്താക്കി നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ ഫ്രണ്ട്സിന്റെ കൂടെ വല്ലപ്പോഴും ഒന്ന് പോകണം. ഒന്നിനും വേണ്ടിയിട്ടില്ല. നമ്മുടെ ലൈഫിൽ ചേച്ചി നമ്മളിപ്പം പണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രമേ ഇരിക്കുള്ളൂ എന്നൊന്നും ഇല്ല. ചിലപ്പോ മുന്നോട്ട് പോകുമ്പോ നമ്മൾ അങ്ങോട്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ആൻമേരിയുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടോ? ജീവിതമേ തുടങ്ങിയത് വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ. പക്ഷെ ഇപ്പൊ കൊച്ചിനെ നോക്കണ അമ്മയാട്ടോ. അമ്മയാണ്. അല്ല, തുടങ്ങിയപ്പം ഭയങ്കര പ്രശ്നം. അതായത് വീട്ടുകാർക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ഇരുന്നൊരു ഇൻകം കിട്ടുന്നുണ്ട് കുറച്ച് നാല്. ഇപ്പം അമ്മയൊക്കെ ഫസ്റ്റൊക്കെ അമ്മ വീഡിയോയിലൊന്നും തലയെ കാണിക്കില്ല ആരാണെങ്കിലും, ഫാമിലിയിൽ ആരും. പിന്നെ പുറത്തൊക്കെ പോകുമ്പം അവരുടെ ഒരു വീഡിയോ കണ്ടാൽ ആൾക്കാർ ചിലപ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ചോദിക്കും ഇന്ന ആളുടെ അമ്മയല്ലേ. അപ്പം അമ്മ എന്നോട് എന്താ നീ വീഡിയോ ചെയ്യത്ത്, നാളെ തന്നെ നീ വീഡിയോ ഇടണം. ഇപ്പൊ അമ്മ എന്നോട് ഇങ്ങനെയാണ് പറയാറ്, എന്താ വീഡിയോ ചെയ്യത്ത്, വീഡിയോ ഒക്കെ കറക്റ്റ് മുടങ്ങാതെ ഇടണം എല്ലാവരും കണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടെയുള്ള എല്ലാവരും കണ്ടോ, നീ മാത്രം എന്താ ഇങ്ങനെ, നീ എന്താ ഗ്രൂപ്പിങ്ങിന് പോകുമ്പോ ഫോൺ കൊണ്ടാത്ത, നീ എന്താ ഫോട്ടോ എടുക്കത്തെന്നാണ് എന്റെ അമ്മ ഇപ്പൊ ചോദിക്കുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ചേച്ചി പറഞ്ഞാൽ നേരത്തെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് ഒരു ലാഭമില്ല, അവർക്കൊരു ലാഭമില്ല. ലാഭം മൊത്തം നമുക്കാണ്. നമുക്ക് കുറച്ചും കൂടെ സെൽഫ് കോൺഫിഡൻസ് കിട്ടും, സെൽഫ് ലവ്. നമുക്ക് തന്നെ നമ്മളെ ഒന്നും കൂടെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ തോന്നുന്നത് എനിക്ക് പല കമന്റ്സും കാണുമ്പോൾ തോന്നാറുണ്ട്. ഉള്ളിൽ നമ്മൾ കരയെങ്കിലും നമുക്ക് എന്താ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ചേച്ചി അടിക്കുക, ആദ്യത്തെ അടി ചേച്ചിക്ക് പേടിയുണ്ടാവും, അയ്യോ എന്നെ അടിക്കുമല്ലോ. ചേച്ചി ഒരു ഡെയിലി ഞാൻ ഒരു മാസം റിപ്പീറ്റഡ് അടിച്ചോണ്ടിരിക്കുക. അടുത്ത മാസം ആകുമ്പോൾ ചേച്ചിക്ക് ഓക്കെ ഇന്ന് എനിക്ക് അടി കിട്ടും, അടിച്ചോ ഈ ഒരു സാധനമാവും, അങ്ങനെ മാറി. പക്ഷെ അതുകൊണ്ടാണ് ഇതിലൊന്നും തളരാതെ നമ്മളൊരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു ഉയരണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന കമന്റോളികളോട്, സൈബർ ബുള്ളിങ് നടത്തുന്നവരോട് ഇനി കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നന്ദി നമസ്കാരം. വേണ്ടിയാ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് കമന്റ് ഇട്ടോളൂ. കാരണം എനിക്കിപ്പോ കമന്റ്സ് കാണുമ്പോൾ എനിക്കൊരു തരത്തിൽ സന്തോഷം. കാരണം